നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന ബി.ജെ.പി. കൗൺസിലർ ആർ സുഗതന് അനുകൂലമായി ജയിൽ വകുപ്പ് കത്ത് നൽകിയത് സർക്കാർ അറിഞ്ഞു തന്നെ. അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് വേണ്ടി അണ്ടർ സെക്രട്ടറി കത്ത് നൽകണമെങ്കിൽ കൃത്യമായ നിർദ്ദേശം ഉണ്ടായിരിക്കണം. താൻ അറിഞ്ഞില്ല കത്ത് നൽകിയത് എന്നാണ് ചെന്നിത്തല പറഞ്ഞത്. എന്നാൽ ചെന്നിത്തല അറിയാതെ ആഭ്യന്തര ജയിലിൽ വകുപ്പുകളിൽ പല കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നതിന്റെ ഉദാഹരണമാണ് സുഗതന് ലഭിച്ച ഈ കത്ത്. സുഗതനെ അയോഗ്യരാക്കാതിരിക്കാൻ കൃത്യമായ നിർദ്ദേശം സർക്കാരിൽ നിന്നുണ്ടായിരുന്നു. നിരവധി സർക്കാർ ഉന്നതർ ഇക്കാര്യത്തിൽ ബി.ജെ.പി. അനുകൂലമായി ഇടപെട്ടിരുന്നു. എന്നാൽ ആഭ്യന്തരമന്ത്രി ഇക്കാര്യങ്ങൾ അറിയുകയുണ്ടായിരുന്നില്ല എന്നാണ് വിവരം. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അതൃപ്തി അറിയിക്കാനുള്ള കാരണം ഇതാണ്. തന്റെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നടപടിയെന്ന് രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. അയോഗ്യത ഒഴിവാക്കാനുള്ള മാർഗം നിർദ്ദേശിച്ച് കത്ത് നൽകിയ സംഭവം അന്വേഷിക്കും. ഈ വിഷയത്തിൽ കൃത്യമായ പരിശോധന നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജയിൽ മേധാവി എസ് ശ്രീജിത്തിനെ മന്ത്രി കേൾക്കും. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കും. എന്നാൽ ആർക്കെതിരെയും നടപടിയും ഉണ്ടാവില്ല. ജയിൽ സൂപ്രണ്ട് മുഖേന കോർപ്പറേഷൻ കൗൺസിലിന് സുഗതൻ അവധി അപേക്ഷ സമർപ്പിക്കാൻ അനുവാദം നൽകിക്കൊണ്ടുള്ളതായിരുന്നു ജയിൽ വകുപ്പിന്റെ കത്ത്. സുഗതന് കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കാനാവില്ലെന്നും അയോഗ്യത വരാതിരിക്കാൻ അവധി അപേക്ഷ നൽകി വോട്ടിനിട്ട് പാസാക്കിയെടുത്താൽ മതിയെന്നുമായിരുന്നു കത്തിലെ ഉള്ളടക്കം. ഇതനുസരിച്ച് കൗൺസിൽ യോഗത്തിൽ സുഗതന്റെ അവധി അപേക്ഷ അവതരിപ്പിക്കുകയും 51 പേരുടെ പിന്തുണയോടെ അംഗീകരിക്കുകയും ചെയ്തു. UDF അംഗങ്ങൾ പ്രതിഷേധവുമായി എത്തിയെങ്കിലും മേയർ വി രാജേഷ് ആഭ്യന്തര വകുപ്പിന്റെ കത്ത് ഉയർത്തിക്കാട്ടിയാണ് അതിനെ പ്രതിരോധിച്ചത്. ഇതോടെയാണ് സർക്കാർ വെട്ടിലായത്. ആഭ്യന്തരമന്ത്രി നിഷേധിച്ചതോടെ വില്ലൻ ആരാണെന്ന് അന്വേഷണം തുടങ്ങി. എന്നാൽ വിശ്വനാഥ് സിൻഹ അറിയാതെ അദ്ദേഹത്തിന്റെ പേരിൽ കത്തയക്കാൻ കഴിയുകയുമില്ല. ഇതിന്റെ അടിസ്ഥാനത്തിൽ കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലർ ആർ സുഗതന്റെ അവധി അപേക്ഷ അംഗീകരിച്ചു. വെള്ളിയാഴ്ച ചേർന്ന കൗൺസിൽ യോഗത്തിൽ 51 പേർ അവധി അപേക്ഷയെ പിന്താങ്ങിയതായി മേയർ വി രാജേഷ് അറിയിച്ചു. UDF വിമതൻ സുധീഷിന്റെ പിന്തുണയിലാണ് സുഗതന്റെ അവധി അപേക്ഷ കൗൺസിൽ പാസാക്കിയത്. മേയർ കാസ്റ്റിംഗ് വോട്ട് രേഖപ്പെടുത്തി. പിന്നാലെ പ്രതിപക്ഷം പ്രതിഷേധം രംഗത്തെത്തി. LDF കൗൺസിലർമാർ ഡെസ്കിന് മുന്നിൽ പ്രതിഷേധിച്ചു. കാപ്പ കേസ് പ്രതിയായ സുഗതൻ നിലവിൽ വിയ്യൂർ ജയിലിലാണ്. വിമതന്റെ പിന്തുണ കൂടി ലഭിച്ചതോടുകൂടി വാഴോട്ടുകോണം വാർഡ് കൗൺസിലർ സുഗതനെ കോർപ്പറേഷൻ യോഗത്തിൽ ഹാജരാകുന്നതിൽ അവധി അനുവദിച്ചിരിക്കുകയാണ്. കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ എസ്കോർട്ട് പരോൾ വേണമെന്ന സുഗതന്റെ ആവശ്യം മുമ്പ് ആഭ്യന്തര വകുപ്പ് നിരസിച്ചിരുന്നു. അതേസമയം മുനിസിപ്പാലിറ്റി ആക്ട് അനുസരിച്ച് കൗൺസിൽ വോട്ടിനിട്ട് അവധി അംഗീകരിച്ചതോടുകൂടി സുഗതന്റെ കൗൺസിലർ സ്ഥാനം സുരക്ഷിതമായി തുടരും. സുഗതന് എസ്കോർട്ട് നിഷേധിക്കാൻ ഫയൽ മന്ത്രി കണ്ടിരുന്നു. ബി.ജെ.പിക്ക് തൽക്കാലത്തേക്ക് അയോഗ്യത ഭീഷണിയിൽ നിന്ന് രക്ഷപ്പെടാനാകും. 1994 കേരള മുനിസിപ്പാലിറ്റി നിയമത്തിലെ 91 വകുപ്പ് പ്രകാരം അനുമതിയില്ലാതെ തുടർച്ചയായി 3 കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാതിരുന്നാൽ അംഗം അയോഗ്യനാകും. സുഗതൻ അയോഗ്യനായാൽ ഒരു സ്വതന്ത്രന്റെ പിന്തുണയോടെ ഭരിക്കുന്ന ബി.ജെ.പിയുടെ കേവല ഭൂരിപക്ഷം നഷ്ടമാകുന്ന സ്ഥിതിയാകും ഉണ്ടാവുക. അവധി അപേക്ഷ വോട്ടെടുപ്പിൽ അംഗീകരിച്ചതോടുകൂടിയാണ് ബി.ജെ.പി. ഈ വെല്ലുവിളി മറികടന്നത്. ബി.ജെ.പിയുടെ കയ്യിൽ നിന്നും നഗരസഭ പിടിക്കാൻ ഇടതു വലതു മുന്നണികൾ താല്പര്യപ്പെടുന്നില്ല. ഇടതുമുന്നണിക്ക് ഇനി നഗരസഭ പിടിക്കാനുള്ള ധൈര്യവുമില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് നൽകിയ തിരിച്ചടിയിൽ നിന്നും കരകയറാൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല. നഗരസഭയിൽ തെരഞ്ഞെടുപ്പുണ്ടായാൽ ഭരണം കോൺഗ്രസ് കൊണ്ടുപോകുമെന്ന സംശയം ഇടതുമുന്നണിക്കുമുണ്ട്. ഇല്ലെങ്കിൽ ഭരണം പൊളിക്കാൻ അവർക്ക് നിഷ്പ്രയാസം കഴിയുമായിരുന്നു. കോൺഗ്രസിലെ ഒരു വിഭാഗത്തിൽ നിന്നും ബി.ജെ.പിക്ക് വലിയ പിന്തുണ കിട്ടുന്നുണ്ട്. തിരുവനന്തപുരം നഗരസഭ ബി.ജെ.പി. പിടിച്ചത് തന്നെ കോൺഗ്രസിന്റെ സഹായത്തോടെയാണ്. ഇതിന്റെ പ്രത്യുപകാരം കോൺഗ്രസിനും തലസ്ഥാനത്ത് കിട്ടിയിട്ടുണ്ട്. ജനങ്ങൾ തെരഞ്ഞെടുത്തു വന്ന ഈ കൗൺസിലറാണ് സുഗതനെന്നും അദ്ദേഹത്തിന്റെ അവധി അപേക്ഷയെ അംഗീകരിക്കണമെന്നുമാണ് തന്റെ നിലപാടെന്നും കോൺഗ്രസ് വിമതർ ഈ കൗൺസിലർ സുധീഷ് പ്രതികരിക്കുകയും ചെയ്തു. കാപ്പ കേസ് ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ കോടതിയുടെ വഴിക്ക് നടക്കട്ടെ. ഈ വിഷയത്തിന്റെ പേരിൽ കൗൺസിൽ യോഗ നടപടികൾ അസ്ഥിരപ്പെടുന്നത് ശരിയായ നടപടിയല്ല. വിഷയത്തിൽ വ്യക്തിപരമായ നിലപാടിലാണ് സ്വീകരിച്ചത്. ഭാവിയിൽ തെറ്റായ കാര്യങ്ങൾ ഉണ്ടായ അതിനോടും പ്രതികരിക്കുമെന്നും സുധീഷ് കൂട്ടിച്ചേർത്തു. സുധീഷിനെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തുകയും ചെയ്തു. അവധി അപേക്ഷയെ പിന്തുണച്ച സുധീഷ് കുമാർ കോൺഗ്രസോ UDF അല്ലെന്നും സംഘപരിവാർ സഹായത്തോടെ പ്രവർത്തിക്കുന്നയാളാണെന്നും KS ശബരിനാഥ് പ്രതികരിച്ചു. തിരുവനന്തപുരം കാപ്പ കേസ് ജയിലിൽ കഴിയുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലർ ആർ സുഗതന്റെ അവധി അപേക്ഷയിൽ ആഭ്യന്തര വകുപ്പ് അണ്ടർ സെക്രട്ടറിക്കെതിരെ അന്വേഷണം വരും. സുഗതൻ നൽകിയ അപേക്ഷ തദ്ദേശ വകുപ്പിന്റെ അഭിപ്രായത്തിന് വിട്ടിരുന്നു. അവധി അപേക്ഷ കൗൺസിലിന് പരിഗണിക്കാമെന്ന് നിർദ്ദേശിച്ചത് തദ്ദേശ വകുപ്പാണ്. ഇതുകൂടി ഉൾപ്പെടുത്തിയാണ് ആഭ്യന്തര അണ്ടർ സെക്രട്ടറി കത്ത് നൽകിയത്. ഈ കത്ത് ചൂണ്ടിക്കാട്ടിയാണ് മേയർ വി രാജേഷ് സുഗതന്റെ അവധി അപേക്ഷ നിയമപരമായി നടപ്പിലാക്കിയത്. വോട്ടെടുപ്പ് എങ്ങനെ വേണമെന്ന് മേയർക്ക് തീരുമാനിക്കാമെന്നും അറിയിച്ചത് അയോഗ്യത ഉണ്ടാവില്ലെന്ന് പറഞ്ഞത് ആഭ്യന്തര വകുപ്പാണ്. സുഗതനെ കൊടുത്ത മറുപടിയിൽ ആഭ്യന്തര വകുപ്പ് അതാണ് പറയുന്നതെന്നും മേയർ വ്യക്തമാക്കി. ഇത് UDF പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. കോൺഗ്രസ് നേതാക്കൾ ഇതോടെ സ്തംഭനാവസ്ഥയിലാണ്.
തിരുവനന്തപുരത്തെ BJP കൗൺസിലർ ആർ സുഗതന്റെ അറസ്റ്റിലേക്ക് നയിച്ചത് ഗുരുതര കൃത്യങ്ങളാണെന്നാണ് പോലീസ് പറയുന്നത്. സമൂഹത്തിന് ഭീഷണി എന്ന കലക്ടറുടെ ഉത്തരവിനെ തുടർന്നാണ് കാപ്പ ചുമത്തി കരുതൽ തടങ്കിലാക്കാൻ തീരുമാനിച്ചത്. 8 വർഷത്തിനിടെ സുഗതനെതിരെ 7 കേസുകൾ ഉണ്ടാകുകയെന്നും കൗൺസിലറായ ശേഷവും വധശ്രമം ഉൾപ്പെടെ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായെന്നും റിപ്പോർട്ടിൽ പറയുന്നു.